ഹലോ ഹായ് ഹായ് എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നെല്ലിയോട് ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പം ഇന്ന് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണേ. നമുക്കിന്ന് തട്ടം നേർച്ചയും നിറപറയും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിറപറയൊന്നും വയ്ക്കാൻ പറ്റില്ല, കാരണം ആ നിറപറയ്ക്ക് വയ്ക്കുന്നതിന് ഒരു അളവും കാര്യവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിലത് സൗകര്യമില്ലാത്തതുകൊണ്ട് നിറപറ ഞങ്ങൾ ഇതുവരെയായിട്ടും വച്ചിട്ടില്ല. തട്ടം നിവേദിക്കുകയാണ് ഞങ്ങൾ എല്ലാ തവണയും ചെയ്യാറ്. പിന്നെ തട്ടം നിവേദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹാരം ഞങ്ങൾക്ക് കൊടുക്കാം ദേവിക്ക്. ആ ഘോഷയാത്രയിലാണ് നമ്മൾ തിരുമുടി വരിക. അപ്പോൾ ആ തിരുമുടി വരുമ്പോഴത്തേക്കും ഞങ്ങൾ ദേവിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഹാരം വയ്ക്കുക. അപ്പം ഞങ്ങളിവിടെ എല്ലാ തവണയും 101 നാരങ്ങ കോർത്ത ഹാരമാണ് ദേവിക്ക് സമർപ്പിക്കുക. പിന്നെ അങ്ങനെ നാരങ്ങ ഹാരം തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് എന്താണോ കഴിയണത്, നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അത് ദേവിക്ക് കൊടുക്കാം. ഞങ്ങൾ എല്ലാ തവണയും നാരങ്ങ ഹാരമാണ് കൊടുക്കണത്. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് നാരങ്ങ പോയി വാങ്ങിച്ച് ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് ഞങ്ങൾ കോർത്തെടുക്കുന്ന മാല. ഇന്നിവിടെ നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ട് നല്ല ചെളിയും റോഡ് ഫുള്ള് മോശമായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി. ഉത്സവത്തിൻ്റെ ഘോഷയാത്ര ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ തട്ടം വയ്ക്കുന്നതിൻ്റെയും നിറപറ വയ്ക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും. പ്രത്യേകിച്ച് ഈ കുഞ്ഞു മക്കളൊക്കെ നല്ല വൈബിലായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളും അതേപോലെ തന്നെ, അവർക്ക് ഈ കാണാൻ പോകണം, എന്തായി എന്നുള്ള ഒരു ആകാംക്ഷയില്ല. അപ്പം ഏട്ടൻ പറഞ്ഞ് എന്തായാലും നമുക്കെല്ലാം ഒന്ന് സെറ്റായല്ലോ, ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോയി നോക്കിയിട്ടൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാനും വിചാരിച്ചു അതെ, എനിക്കൊരു വ്ളോഗ് എടുക്കാമല്ലോ, നിങ്ങൾക്കൊക്കെ എൻ്റെ നാട്ടിലെ ഉത്സവം പരിചയപ്പെടുത്താമല്ലോ എന്ന് കൂടി കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്ത് പോയപ്പോൾ തന്നെ, അതായത് ഒരു 500 മീറ്റർ അത്ര ആയപ്പോൾ തന്നെ ഘോഷയാത്ര ഏതാണ്ട് അടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയതിൻ്റെ ഉദ്ദേശം മെയിൻ എന്താണെന്ന് വെച്ചാൽ, എത്ര നിറപറയുണ്ട്, തട്ടങ്ങളൊക്കെ ഒരുപാടുണ്ടോ, അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടല്ലേ ഞങ്ങളുടെ അവിടെ എത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് എപ്പോഴാണെന്ന് അറിയാനൊക്കെ ഒരു ഉദ്ദേശ സമയം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയ ടൈം 12:47 അപ്പം ഉദ്ദേശം നമ്മുടെ അവിടെ എപ്പോൾ എത്തുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അതൊക്കെ മനസ്സിലാക്കി ഞങ്ങളിങ്ങനെ വണ്ടി പോകുന്ന ടൈമിൽ ഓരോ കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ കാലം ഓർമ്മ വന്നു. ഉത്സവ സമയത്ത് ഞങ്ങൾ ഈ ഉത്സവത്തിൻ്റെ കൊട്ടിനൊപ്പം കിടന്നിങ്ങനെ കളിക്കും. പക്ഷേ ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം എന്തോ ഒരു നാണക്കേട്, അങ്ങനെ കളിക്കാനൊന്നും ഞങ്ങൾ പോകത്തില്ലല്ലോ. ഇവിടെ നിന്ന് 500-600 മീറ്ററിനപ്പുറത്ത് ഘോഷയാത്ര എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു 12:47 ആയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ നിറപറ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 3-4 മണിയാവുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഞങ്ങൾ ഒരുപാട് ദൂരേക്ക് പോയതുമില്ല. ആ ഘോഷയാത്ര കണ്ടിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറച്ച് ടേൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഇത്തവണ നിറപറ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടെ എന്തായാലും വെളുക്ക 4 മണിയെങ്കിലും ആവും എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും 1 മണി അടുപ്പിച്ചായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും വീട്ടിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് ജംഗ്ഷനിൽ വന്ന് നിൽക്കാം. അപ്പം ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാൻ കരുതി വണ്ടി വീട്ടിൽ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളൂ കേട്ടോ ജംഗ്ഷനിലോട്ട്. അപ്പം നടന്നു വരാനുള്ള ദൂരം പോലും ഇല്ല. അപ്പം ഞങ്ങൾ വേറെ ഒരിടത്തും നിന്നില്ല, ജംഗ്ഷനിൽ നിന്നില്ല, നേരെ വണ്ടി കൊണ്ട് വച്ചു, പിള്ളേരെ ഇറക്കി, പിന്നെ വെള്ളം ഒന്ന് കുടിച്ചു. അമ്മയടുത്ത് പറയണമായിരുന്നു, കാരണം ഇപ്പോൾ 1:10 ആയല്ലോ. അപ്പം എന്തായാലും നമ്മളവിടെ തട്ടനിരിക്കാനായിട്ട് ഒരു 3:30-4 ആ സമയത്തൊക്കെ എത്തുള്ളൂ. വെളുക്കെ ആവും എത്താൻ. അപ്പോൾ അമ്മയടുത്ത് ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജംഗ്ഷനിലോട്ട് പോകണമല്ലോ, അതും പറയണമായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നേരെ അമ്മയടുത്ത് പോയിട്ട്, പിന്നെ ഞങ്ങൾക്ക് ബാലൻസ് പണിയെന്ന് പറയാൻ ഈ തട്ടം തട്ടം താഴെ ഇറക്കണം, കുടം പൂ കെട്ടണം, കുറച്ച് പരിപാടികൾ. അപ്പം അമ്മ പറഞ്ഞ് സാരമില്ല, നിങ്ങൾ പോയി ജംഗ്ഷനിൽ നിന്നോ, പിള്ളേരൊക്കെ കുറേ നേരമായിട്ട് കാണണമെന്ന് പറയല്ലേ, അപ്പോൾ നിങ്ങൾ പൊക്കോ, ഞാനിതെല്ലാം ചെയ്തോളാം മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് പയ്യെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ നിന്ന് ഉള്ളതൊക്കെ പിടിച്ചിട്ട് നമ്മൾ നേരെ ജംഗ്ഷനിലോട്ട് പോയപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാർ അതിലേട്ടൻ, പ്രസാദേട്ടൻ, പിന്നെ അനിയന്മാർ രഞ്ജു, ആനന്ദു, പിന്നെ കുറച്ചും അറിയാവുന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വീണ്ടും നിറവറ എടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവണം. അപ്പം ഘോഷയാത്ര എത്തിയതിൻ്റെ ആഘോഷമാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം ഇനി നമ്മൾ ഈ ഘോഷയാത്ര ഇനി ചെമ്മണ്ണുള്ള എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെയുള്ള നിറവറയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ അങ്ങോട്ട് പറഞ്ഞത്. അപ്പം ഇപ്പോൾ എന്തായാലും ടൈം ഒരു 2-2:30 അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ടൈമിലായിരിക്കും ഞങ്ങളുടെ അവിടെ എത്തുന്നത് ഉറപ്പായി. കാരണം വെളുക്കാൻ 4 മണിയൊക്കെ ആവും, എല്ലാ തവണയും ആവും. ആ ടൈമിലൊക്കെ തന്നെയാണ് പറഞ്ഞത്, എങ്കിലും എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞങ്ങളെന്താ തിരികെ വന്നിട്ട് ഏട്ടനും അനിയനും കൂടെ ഈ ടേബിളൊക്കെ ഒന്ന് പിടിച്ചിട്ട് തട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അവൻ എന്നോട് പറയണേ, എന്നെ പിടിക്കല്ലേ, എന്നെ വീഡിയോയിൽ പിടിക്കല്ലേ എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ അവനെ കൂടുതൽ കാണിക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ കാണിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പിള്ളേർ ഒരു രക്ഷയില്ല. ഡാൻസ് എന്ന് വെച്ചാൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അവിടെ നിന്ന് 50 മീറ്റർ മാറി ഒരു ജംഗ്ഷനിൽ നിന്ന് ചെമ്മണ്ണുള്ള എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് തട്ടം നിറച്ചെടുക്കാനും നിറവറ എടുക്കാനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ കൂടെയുള്ള ഘോഷയാത്രയിലുള്ള ചെണ്ടമേളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്ന് നിൽക്കും കേട്ടോ. അത് കാരണം അതൊരു ആ ഒരു 2-2.5 മണിക്കൂർ എല്ലാവരും ഈ തട്ടം നിവേദ്യമൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പം അമ്മ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു, കാരണം ഇനി ഞങ്ങളുടെ അവിടെ എത്താൻ വലിയ താമസമില്ല. ഏതാണ്ട് മണി 2:45-3 മണി അടുപ്പിച്ചൊക്കെ ആയി. പിള്ളേരിവിടെ ബോറടിച്ച് കളിയും തുടങ്ങി, കാരണം അത്രയും നേരമായിട്ട് പിള്ളേർ ഉറങ്ങിയിട്ടില്ല പാവം. അപ്പം ഓരോരുത്തരായിട്ട് പയ്യെ മുമ്പോട്ട് പോയി തുടങ്ങി. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഉടൻ തന്നെ നമ്മുടെ തട്ട നിവേദ്യത്തിനുള്ള ഒരു സമയമായി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദേവിയുടെ തിരുമുടി ഞങ്ങളുടെ വീട്ടിൽ നിവേദ്യത്തിന് എത്തുന്നതിന് മുമ്പായിട്ട് അവരിൽ ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ തട്ടമെല്ലാം പുണ്യവെള്ളമൊക്കെ തിളച്ച് ശുദ്ധിയാക്കി തേങ്ങ പൊട്ടിച്ച് വെച്ച് തിരി കത്തിച്ച് നിവേദിക്കാനായിട്ട് റെഡിയാക്കി വയ്ക്കും. അതിനുശേഷം തിരുമുടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരാൾ വന്ന് അത് കത്തിച്ച് നിവേദിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി വയ്ക്കും. അപ്പം ഇവരുടെ കൂട്ടത്തിൽ 3-4 പേരുണ്ട്. അപ്പം അടുത്തടുത്തുള്ള തട്ടങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ടാണ് ഇവർ പോണത്. കാരണം എത്രയോ ടൈം എടുത്തിട്ടാണ് ഇവർ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ ടൈമിൽ എത്തുന്നത്.
പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തട്ടം നിവേദിക്കുമല്ലോ, അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഹാരം ദേവിക്ക് ഇട്ടിട്ട് തൊട്ട് മുമ്പ് തട്ടം നിവേദിക്കുന്ന ആളിൻ്റെ ഹാരം ഞങ്ങൾക്ക് തരും. അങ്ങനെയാണ് ചെയ്തു പോവുക. അപ്പം ഞങ്ങൾക്ക് ഒരു ഹാരം കിട്ടി കേട്ടോ. അപ്പം ഞങ്ങളുടെ നാരങ്ങ ഹാരം ആർക്കും കൊടുക്കാതെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.